ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിച്ചണും വാർഡ്രോബും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയലുകളെ കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ചിമ്മിനി എന്തൊക്കെ കാര്യങ്ങൾ, ചിമ്മിനി ഹോബ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലെന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഹോബ് അല്ലെങ്കിൽ സ്റ്റൗ, നമ്മൾ കുക്ക് ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആദ്യം നോക്കാം. ഈ ഹോബ് കൗണ്ടർ ടോപ്പും കൗണ്ടർ ബേസ്ഡും ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. സാധാരണ സ്റ്റൗവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ചിമ്മിനിയോടൊപ്പം വരുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള മോഡേൺ ആയിട്ടുള്ള ഹോബുകളെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു ഇഞ്ച് മുതൽ ഏകദേശം 2.5 ഇഞ്ച് വരെയുള്ള ഹൈറ്റിലുള്ള, അതായത് സ്ലാബിൻ്റെ മുകളിൽ 2 ഇഞ്ച് വരെ തിക്നെസ്സുള്ള ഹോബുകളാണ് അവൈലബിൾ. അത് 4 ബർണർ, 5 ബർണർ, 3 ബർണർ, 2 ബർണർ, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഹോബുകൾ അവൈലബിളാണ്. അതിൽ തന്നെ ഇപ്പോൾ കുക്കിംഗ് റേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഓവൺ, ഗ്യാസ് ഓവൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ നിരവധി മെറ്റീരിയലുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിനും സ്പെസിഫിക്കേഷനും ഉള്ളത് നമ്മൾ വാങ്ങുക എന്നല്ലാതെ അതിലെന്തെങ്കിലും പ്രത്യേകമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാനില്ല. എന്നാൽ ഈ എപ്പോഴും കൗണ്ടർ ബേസ്ഡ്, അതായത് സ്ലാബ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബുകൾ എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനോ അല്ലെ അതിനകത്ത് എന്തെങ്കിലും വീണാൽ ക്ലീൻ ചെയ്യാനോ ഒക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഈ കൗണ്ടർ ടോപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഹോബുകളാണ് എപ്പോഴും ഉപയോഗിക്കുന്നതിന് നല്ലതായിരിക്കുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ്, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ അതിനും പറ്റും. വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെമ്പററി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ കൗണ്ടർ ടോപ്പായിട്ടുള്ളത്. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പായിട്ടുള്ള ഹോബുകൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ വാങ്ങുന്നതാണ്. കൗണ്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പലപ്പോഴും അതിൻ്റെ സർവീസിനും കാര്യങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യൻ വരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇനി ഹോബിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ചിമ്നി അത് പല സൈസിൽ, അതായത് 624 ഇഞ്ച് മുതൽ 24 ഇഞ്ച്, അതായത് 600, 750, 900 അങ്ങനെയുള്ള സൈസിലാണ് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ചിമ്മിനികൾ അവൈലബിൾ ഉള്ളത്. അപ്പം ഈ ചിമ്മിനികളുടെ സൈസിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമോ അതിൻ്റെ സ്പെസിഫിക്കേഷന് വലിയ ഡിഫറൻസോ ഒന്നും ഇല്ല. പക്ഷേ അതിൻ്റെ സെക്ഷൻ കപ്പാസിറ്റി, മോട്ടറിൻ്റെ കപ്പാസിറ്റിയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അത് ഒരു സാധാരണ ഒരു മിനിമം സൈസുള്ള കിച്ചന് ഒരു 1200 സെക്ഷൻ mAh അത്രയും പവർ കപ്പാസിറ്റിയുള്ള ചിമ്മിനി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിൽ കുറഞ്ഞിട്ടുള്ള പവർ കുറഞ്ഞ, ഇപ്പോൾ 600 മുതൽ 600 mAh വരെയുള്ള മുതലുള്ള ചിമ്മിനികൾ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഈ പറയുന്ന പെർഫോമൻസ് കിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുകയും പൊടിയോ അങ്ങനെയുള്ളതൊക്കെ സക്ക് ചെയ്ത് പുറത്ത് കളയാനുള്ള കപ്പാസിറ്റി ആ പറഞ്ഞതിന് ഉണ്ടാകുകയില്ല. അത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രമായിട്ടായിരിക്കും. ഒരു 1200 അതിന് മുകളിലേക്കുള്ള സെക്ഷൻ കപ്പാസിറ്റിയുള്ള ചിമ്മിനികളായിരിക്കണം നമ്മൾ വാങ്ങുന്നത്. പിന്നെ അതിൽ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഇപ്പം ഇന്ത്യൻ മിക്കവാറും കമ്പനികൾക്കൊക്കെ 5 ഇയർ വാറണ്ടി, ഇമ്പോർട്ടഡിന് ലൈഫ് ലോങ് വാറണ്ടി. ചില കമ്പനിക്ക് നേരെ തിരിച്ചുമുണ്ട്. അതായത് 5 ഇയർ ഇമ്പോർട്ടഡിന് വാറണ്ടി, ഇന്ത്യൻ കമ്പനികൾക്ക് ലൈഫ് ടൈം വാറണ്ടി.
അപ്പോൾ ഈ ഇമ്പോർട്ടഡ് മോഡൽസിന് ചില സ്പെസിഫിക്കേഷൻസ് അഡീഷണൽ ഉണ്ടാവും. ഇന്ത്യൻ മോഡൽസിന് ചില സ്പെസിഫിക്കേഷൻ ഉണ്ടാകുകയില്ല. പിന്നെ ഈ ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്, ടച്ച് സ്ക്രീനുണ്ട്, ഹാർഡ് ബട്ടൺസ് ഉണ്ട്, ഈവൻ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ചിമ്നി വരെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മോഡൽ ചിമ്നികൾ മാർക്കറ്റിൽ അവൈലബിൾ, വിവിധ സൈസിൽ അവൈലബിൾ ആണ്. പിരമിഡ് ടൈപ്പ് ഉണ്ട്, അതിൽ തന്നെ സ്ക്വയർ ടൈപ്പ് ഉണ്ട്, ഗ്ലാസിൻ്റെ ആർച്ച് ടൈപ്പ് ഉണ്ട്. അതുപോലെയുള്ള നിരവധി മോഡൽ ചിമ്നികളുണ്ട്. ഏത് മോഡലും എല്ലാ മോഡലും അതിൽ ഒരു കാര്യമായ പെർഫോമൻസിൻ്റെ വ്യത്യാസങ്ങളുണ്ടായാൽ മോഡലിൽ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഏത് ടൈപ്പ് മോഡലുകളും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ സെക്ഷൻ കപ്പാസിറ്റിയും വാറൻറ്റിയുമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സർവീസ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില കമ്പനികൾക്ക് സർവീസിങ് സെൻറ്റർ ഉണ്ടാകുകയല്ല. ചെറിയ പുതിയ കമ്പനികൾക്കൊക്കെ എപ്പോഴും നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഫേബർ, കാഫ്, എലീക്ക ഈ 3 കമ്പനിയാണ് എപ്പോഴും ബെറ്റർ സർവീസ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ചില കമ്പനികൾ വേറെ പുതിയതായിട്ട് വരുന്ന കമ്പനികളും മോശമില്ലാത്ത തരക്കേടില്ലാത്ത സർവീസ് കാര്യങ്ങളുണ്ട്. അവരുടെയൊക്കെ ഫീഡ്ബാക്ക് നമ്മളിനി കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കമ്പനികൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ചിമ്മിനി ഉപയോഗിക്കാൻ. നിങ്ങളുടെ കിച്ചൺ വൃത്തികേടാകാതെ പുകയും അതോ സ്മെല്ലും ഒന്നുമില്ലാത്ത നല്ല പെർഫോമൻസ് ഉള്ള ചിമ്മിനി നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും തുടർന്നും ഞാൻ വരുന്നതായിരിക്കും. അപ്പം ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ചാനലിലും വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. വൈൻഡപ്പ് ചെയ്യുന്നു.